മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിന്ന്, കേരള ഇദുവത്തുൽ മുജാഹിദീനിൽ നിന്ന് എന്തിന് നിങ്ങൾ വേറിട്ടു പോന്നു എന്ന ചോദ്യത്തിന് വിസ്ഡം വിഭാഗത്തിന്റെ ഉത്തരവാദപ്പെട്ട വിദ്യാർത്ഥി സംഘടനയുടെ നേതാവ് പറഞ്ഞത് എന്താ? ഞങ്ങൾ തമ്മിലുള്ള തർക്കം ജിന്നിനോടുള്ള സഹായാർത്ഥനയുമായി ബന്ധപ്പെട്ടാണ്. ജിന്നിനോടുള്ള എല്ലാ സഹായാർത്ഥനകളും ശിർക്കാണ് എന്ന് KNM പറയുന്നു. എന്നാൽ അതിൽ ശിർക്കാവാത്തതുമുണ്ട് എന്ന് ഞങ്ങളും പറയുന്നു. തുറന്ന് പറഞ്ഞല്ലോ ഈ ആളുകൾ. ഇവരുടെ നിലപാട് പറയാണ്, അള്ളാഹിനോട് മാത്രമേ ഇസ്തിആനത്ത് നടത്താൻ പാടുള്ളൂ. ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ ഇയ്യാക്ക എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം എന്ന അർത്ഥം കിട്ടുന്നു എന്ന് പറഞ്ഞതിന് ശേഷം പറയാണ്, എന്നാൽ ജിന്നുകളോടുള്ള സഹായാർത്ഥന അത് താഴെ പറയുന്ന രൂപത്തിലാണ് അതിന്റെ വിശദാംശം. എന്താണ്? അന്നൗൽ അവ്വൽ, ഒന്നാമത്തേത് അൽ ഇസ്തിആനത്തു ബിൽ ജിന്നി ഫിമാ ലാ യഖ്ദിറു അലൈഹി ഇല്ലല്ലാഹ് ഫഹാദാ ശിർകുൻ അക്ബർ യുഖ്രിജു മിനൽ മില്ല. അതിൽ ഒന്നാമത്തേത് അള്ളാഹുവിന് മാത്രം കഴിയുന്ന കാര്യങ്ങൾ, അള്ളാഹുവിനല്ലാതെ വേറെ ആർക്കും ആ കാര്യം കഴിയില്ല. അങ്ങനെയുള്ള വിഷയങ്ങളിൽ നിങ്ങൾ ജിന്നിനോട് സഹായം തേടിയാൽ അത് ശിർക്കാണ്, മുസ്ലിം ഉമ്മത്തിൽ നിന്ന് പുറത്തു പോകുന്നതാണ്. നോക്കണം, ജിന്നിനോടുള്ള ഏത് സഹായാർത്ഥനയാണ് ശിർക്കാകുന്നത്? അള്ളാഹുവിന് മാത്രം കഴിയുന്ന കാര്യങ്ങൾ, അതായത് ഇപ്പോ രോഗശമനം, അതേപോലെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുക, നരകത്തിൽ നിന്ന് അകറ്റുക തുടങ്ങിയ അള്ളാഹുവിന് മാത്രം കഴിയുന്ന കാര്യങ്ങളുണ്ടല്ലോ. ഇപ്പൊ സന്താനത്തെ നൽകുക തുടങ്ങിയതൊക്കെയുള്ള കാര്യങ്ങൾ, ഇങ്ങനെ അള്ളാഹുവിന് മാത്രം കഴിയുന്ന, അള്ളാഹു അല്ലാതെ വേറെ ആർക്കും കഴിയാത്ത കാര്യങ്ങൾ, അത് ജിന്നിനോട് തേടിയാൽ അത് ശിർക്കാണ്, വലിയ ശിർക്കാണ്. അതേപോലെ അത് മില്ലത്തിൽ നിന്ന്, ഉമ്മത്തിൽ നിന്ന് പുറത്തു പോകുന്ന ശിർക്കാണ്. അൽ അമൻ ഉസാനി, എന്നാൽ ഈ ജിന്നിനോടുള്ള സഹായാർത്ഥനയിൽ മറ്റൊന്നു കൂടിയുണ്ട്. എന്താണത്? ഫഹുവ അൽ ഇസ്തിആനത്തു ബിൽ ജിന്നിൽ ഹയ്യിൽ ഹാദിറിൽ ഖാദിരി ഫീമാ യഖ്ദിറു അലൈഹിൽ മഖ്ലൂഖ്. അതേതാണ്? ഹയ്യായ, ഹാദിറായ, ഖാദിറായ ഒരു ജിന്നിനോട്, അഥവാ ജീവിച്ചിരിക്കുന്ന, ഇവിടെ ഹാജറുള്ള, അതേപോലെ തന്നെ കഴിവുള്ള ഒരു ജിന്നിനോട് ഫീമാ യഖ്ദിറു അലൈഹിൽ മഖ്ലൂഖ്, സൃഷ്ടികൾക്ക് കഴിയുന്ന കാര്യത്തിൽ സഹായാർത്ഥന നടത്തുക. ഒരു സൃഷ്ടിക്ക് കഴിയുന്ന ഒരു വിഷയം, ആ ചോദിക്കുന്ന കാര്യം എന്താന്നുള്ള വിഷയമാണ്. ചോദിക്കുന്ന ഒരു കാര്യം എന്താണെന്നുള്ളതാണ് ഇവിടുത്തെ വിഷയം. അത് മലക്കിനോടാണെങ്കിലും ജിന്നിനോടാണെങ്കിലും അള്ളാഹുവിനോട് മാത്രം ചോദിക്കേണ്ട കാര്യങ്ങളുണ്ട്. അതൊരിക്കലും, അതിപ്പോ ഹിദായത്ത് യാ ജിബ്രീൽ എനിക്ക് ഹിദായത്ത് തരണേ, ഹിദിനി യാ ജിബ്രീൽ ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം എന്ന് പറയാൻ പാടില്ല. യാ മീകായിൽ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന പറയാൻ പറ്റില്ല. മനസ്സിലായില്ലേ? അതുപോലെ തന്നെ യാ ഇസ്രായേൽ എന്റെ രോഗം മാറ്റിത്താന്ന് പറയാൻ പറ്റൂല. മനസ്സിലായല്ലോ? അത് ചോദിക്കുന്ന കാര്യം എന്താണെന്നുണ്ട് വിഷയം. അള്ളാഹിനോട് മാത്രം ചോദിക്കേണ്ട കാര്യങ്ങൾ ഒരിക്കലും ഒരു പടപ്പിനോട് ചോദിക്കാൻ, അത് പ്രാർത്ഥന എന്നാണ്. അപ്പൊ പിന്നെ ഇവർക്ക് അഭൗതികമായ കഴിവുണ്ടെന്ന് വരണം. അവർക്ക് അവരുടെ കഴിവിനപ്പുറത്ത് പോവാണ്. ആ കാര്യങ്ങൾ അള്ളാഹ് ചെയ്യണ പോലെ ഒരു ചെയ്യുമെന്ന് വിശ്വസിക്കുക, അല്ലെങ്കിൽ അള്ളാഹ് കാണുന്നവരെ കാണുന്ന അതൊക്കെ ശരിക്കും തന്നെയാണ്. മാത്രമല്ല, ഒരു സ്ഥലത്ത് ഈ മലക്കുണ്ടോ നമുക്ക് ഉറപ്പില്ല, നമുക്ക് ഒരു ബോധ്യവും ഇല്ല, ഒരു അറിവും ഇല്ല. ആ സ്ഥലത്ത് നിന്നിട്ട് പിന്നെ യാ മലായിക്ക എന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിക്കാനും പറ്റില്ല. യാ അർവാഹ് മലായിക്ക അല്ലെങ്കിൽ യാ അർവാഹ് ഇങ്ങനെ പ്രാർത്ഥിക്കാനും പാടില്ല. ഇപ്പൊ ജസ്റ്റ് നമ്മളിപ്പോ ഇത്രേ ഉള്ളൂ. ഹാജർ അലി വെറുതെ യാ ജിബ്രീൽ വിളിച്ചില്ലല്ലോ. കേട്ട് ആരാന്ന് ജിബ്രീലാന്ന് പറഞ്ഞു, എനിക്ക് എന്തെങ്കിലും സഹായിക്കും, അത്രേ പറഞ്ഞുള്ളൂ. അതിപ്പോ ശബ്ദം കേൾക്കുന്ന പരിധി ഒരാൾ വന്ന് സാധാരണ സംസാരം പോലെ മനുഷ്യന്മാരോട് പറയുന്ന പോലെ തന്നെ, അത്രേ ഉള്ളൂ. അപ്പൊ ഇവരുടെ മനസ്സിൽ അങ്ങനെ ഒരു വിശ്വാസം ഉണ്ട് എന്നും, ഒരു നൂറ്റാണ്ടുകാലമായി കേരളത്തിൽ സംഘടിതമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഇസ്ലാഹി പ്രസ്ഥാനത്തിൽ നിന്ന് ഈ ആളുകൾ വേറിട്ടു പോകാനുള്ള കാരണം അതാണ് എന്നും കൃത്യമായി ആളുകൾ തിരിച്ചറിഞ്ഞു. അത് പറഞ്ഞു. കാണാത്ത നിലയിൽ സഹായം ചോദിച്ചാൽ ശിർക്കാകാത്ത വല്ലതുമുണ്ടോ? അതാണ് ചോദ്യം. ഖുർആനും സുന്നത്തും അനുസരിച്ച് മറുപടി പറയുക. ഞാൻ ഇത്രയൊക്കെ ഓതിയത് വെറുതെയാ? ഇനി വേറെ വല്ല ഖുർആൻ ഉണ്ടെങ്കിൽ എനിക്ക് അറിയൂല. അവർ ഷിയാക്കക്ക് ഖുർആൻ എടുത്ത 14,000 ആയത്തിന് പറഞ്ഞത്, ആ ആയത്തിൽ നിന്ന് ഖുർആൻ ഓതാൻ എനിക്ക് അറിയില്ല. ഞാൻ പറഞ്ഞല്ലോ, അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറഞ്ഞത് എന്താ? ജിന്നുകളോട് സഹായം തേടാനല്ല. ഇനി സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ജിന്നുകളോട് സംസാരിച്ചിട്ടുണ്ട്, അത് ഞാൻ പറഞ്ഞു. അതൊരു മറ്റൊരു ഹദീസ്, ആ ഖുർആൻ തന്നെയാണത്, അതും ഖുർആൻ തന്നെ ഞാൻ പറഞ്ഞത്. അപ്പൊ ജിന്നുകളുമായി സുലൈമാൻ നബി സംസാരിച്ചു.
അത് ശിർക്കാണ് എന്ന് ഞാൻ പറയില്ല, ലോകത്താരും പറയില്ല, അതറിയുന്നവരാരും പറയില്ല. അപ്പൊ ജിന്നുകളോട് ഏതെങ്കിലും നിനക്ക് സഹായം തേടിയാൽ ശിർക്കാണെന്ന് ചോദിച്ചാല് ഞാൻ ഒറ്റയടിക്ക് ശിർക്കാണ്, ബലം പിടിച്ച് മസിൽ പിടിച്ചൊക്കെ പറയാൻ എളുപ്പമാണ്. അതേ നിലക്ക് ഒരാളെ സംബന്ധിച്ചിടത്തോളം ജിന്ന് നേർക്ക് നേരെ വന്നു, അല്ലെങ്കിൽ അയാൾക്ക് മുന്നിൽ ജിന്ന് കീഴ്പ്പെടുത്തപ്പെട്ട അള്ളാഹുവിന്റെ പ്രത്യേകമായ തീരുമാനപ്രകാരം, എങ്കിൽ അയാൾക്ക് ആ ജിന്നുമായി സംസാരിക്കുകയോ ജിന്നിനെ കൊണ്ട് പണിയെടുപ്പിക്കുകയോ ചെയ്താൽ അത് ശിർക്കാണെന്നോ കുഫ്രാണെന്നോ പറയുക സാധ്യമല്ല. കേന്ദ്രന്മാരെ വിശ്വാസം ജിന്ന് പ്രാപഞ്ചിക വ്യവസ്ഥക്ക് അപ്പുറത്താണ് എന്നാണ്. ജിന്ന് പ്രാപഞ്ചിക വ്യവസ്ഥക്ക് അപ്പുറത്താണ് എന്നാരാ പറഞ്ഞത്? കേന്ദ്രം അങ്ങനെ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ജമിയത്തുൽ ഉലമ പറഞ്ഞിട്ടുണ്ടോ? എന്ത് കാര്യകാരണ ബന്ധമാണ് ജിന്നും മനുഷ്യനും തമ്മിലുള്ളത്? എന്ത് കാര്യകാരണ ബന്ധമാണ് ജിന്നും മനുഷ്യനും തമ്മിലുള്ളത്? കാര്യകാരണ ബന്ധത്തിനപ്പുറമാണ് ജിന്ന് എന്ന് പറഞ്ഞാല് ശിർക്ക്, അത് ശിർക്ക് തന്നെയാണ്. കാര്യകാരണ ബന്ധത്തിനപ്പുറമാണ് ജിന്ന് എന്ന് പറഞ്ഞാല് ശിർക്ക്, അത് ശിർക്ക് തന്നെയാണ്.